ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള PSC ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിൽ സെമി കണ്ടക്ടർ ഫിസിക്സ് എന്ന പോർഷനിൽ നിന്ന് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രിഫ്റ്റ് കറണ്ട് ഇൻ സെമി കണ്ടക്ടർ ഡിപ്പെൻഡ്സ് അപ്പോൺ. ഡ്രിഫ്റ്റ് കറണ്ട്, സെമി കണ്ടക്ടറിലെ ഡ്രിഫ്റ്റ് കറണ്ട് എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓൺലി ദ ഇലക്ട്രിക് ഫീൽഡ്, ഓൺലി ദ കരിയർ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്, both the electric field and carrier concentration, both the electric field and carrier concentration gradient. ഇവിടെ നമ്മുടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ബോത്ത് ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് കാരിയർ കോൺസെൻട്രേഷൻ. നമ്മുടെ ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഡ്രിഫ്റ്റ് കറണ്ട് ഇൻ എ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്, ഡ്രിഫ്റ്റ് കറണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ഫസ്റ്റ് ഇലക്ട്രിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിൽ പറഞ്ഞിരിക്കുന്ന പോലെ കാരിയർ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ മൊബിലിറ്റി ഓഫ് ചാർജ് കാരിയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചാർജ് ഓഫ് ഇലക്ട്രോൺ, അതായത് ഇലക്ട്രോണിന്റെ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണെന്ന് നമുക്കറിയാം, 1.6 × 10⁻⁹ കൂളോം. ഇത്രയും ഫാക്ടേഴ്സിനെയാണ് നമ്മുടെ ഡ്രിഫ്റ്റ് കറണ്ട് ഇൻ എ സെമി കണ്ടക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ സെമി കണ്ടക്ടർ മെറ്റീരിയലിൽ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിപ്പെൻഡൻസ് കൊണ്ട് ഡ്രിഫ്റ്റ് കറണ്ട് ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ കരിയർ കോൺസെൻട്രേഷൻ കൂടിയാൽ ഓൾറെഡി ഡ്രിഫ്റ്റ് കറണ്ട് ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ മൊബിലിറ്റിയും കൂടി കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് കറണ്ട് ഇൻക്രീസ് ചെയ്യും. ഇലക്ട്രോണിന്റെ ചാർജ് ഇൻക്രീസ് ചെയ്താലും ഡ്രിഫ്റ്റ് കറണ്ട് ഇൻക്രീസ് ചെയ്യും. ഈ ഫാക്ടേഴ്സ് എല്ലാം, ഈ 4 ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതെല്ലാം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡ്രിഫ്റ്റ് കറണ്ട് ആണ്. നമുക്ക് ഡ്രിഫ്റ്റ് കറണ്ട് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ കൂടെ ഇവിടെ ഒന്ന് പറയാം. ഡ്രിഫ്റ്റ് കറണ്ട് ഡെൻസിറ്റി J എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ സിഗ്മ E ആണ്. ഇവിടെ സിഗ്മ എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി, E എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ്. കണ്ടക്ടിവിറ്റിയെ നമുക്ക് NE�μ എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കാം. അപ്പൊ ഡ്രിഫ്റ്റ് കറണ്ട് ഡെൻസിറ്റി J = NE�μE വരും. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഇതെന്ന് പറയുന്നത് നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് ആണ്, E എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്, മ്യൂ എന്ന് പറയുന്നത് മൊബിലിറ്റി ആണ്, E എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. അതായത് കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചാർജ് ഓഫ് ഇലക്ട്രോണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മൊബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എത്ര ഈസി ആയിട്ടാണ് സെമി കണ്ടക്ടർ മെറ്റീരിയലിൽ ചാർജ് കാരിയേഴ്സിനെ മൂവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ മൊബിലിറ്റി എന്ന് പറയുന്ന ഒരു ടേം പറയുന്നത്. പിന്നെ നമുക്കിവിടെ ഹോൾസിന്റെയും ഇലക്ട്രോൺസിന്റെയും ഒരുമിച്ചാണ് ഡ്രിഫ്റ്റ് കറണ്ട് ഡെൻസിറ്റി J = NE�μE എന്ന് പറഞ്ഞത്. നമുക്ക് ഹോൾസിന്റെയും ഇലക്ട്രോൺസിന്റെയും സെപ്പറേറ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് കോമൺ ആയിട്ട് ഈ ചാർജ്, ഇലക്ട്രോൺസിന്റെ ചാർജ് കോമൺ ആയിട്ട് എടുക്കും. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിനെയും കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ NμN + PμP × E വരും. അതായത് ഇതെന്ന് പറയുന്നത് ഇലക്ട്രോൺസിന്റെ കേസും PμP എന്ന് പറയുന്നത് ഹോൾസിന്റെ കേസും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് ഡെൻസിറ്റി, ഡ്രിഫ്റ്റ് കറണ്ട് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെറ്റീരിയൽ വിച്ച് ഹാവ് 4 വാലൻസ് ഇലക്ട്രോൺ ആർ കാൾഡ്. നമുക്കറിയാം, മെറ്റീരിയൽ വിച്ച് ഹാവ് 4 ഇലക്ട്രോൺസ് ആർ കോൾഡ് സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടേഴ്സിന്റെ വാലൻസ് ഇലക്ട്രോൺ എത്രയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെമി കണ്ടക്ടേഴ്സിന്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. കണ്ടക്ടറിന്റെ കേസിൽ എങ്ങനെയാ വരിക? കണ്ടക്ടറിന്റെ കേസിൽ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് <4 ആയിരിക്കും. അതുപോലെ തന്നെ സെമി കണ്ടക്ടറിന്റെ കേസിൽ =4 ആയിരിക്കും. അതേപോലെ ഇൻസുലേറ്ററിന്റെ കേസിൽ നമ്മൾ പറയുന്നത് വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? >4 ആയിരിക്കും. നമ്മൾ ഏറ്റവും നല്ലൊരു കണ്ടക്ടറിന്റെ വാലൻസിയിൽ 1 ഇലക്ട്രോൺ ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കണ്ടക്ടറിന്റെയും ഇൻസുലേറ്ററിന്റെയും ഇടയിലാണ് വരുന്നത്. ലൈസ് ബിറ്റ്വീൻ കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ വാലൻസ് ഇലക്ട്രോൺ 4 ആയിരിക്കും വരുന്നത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇംപ്യൂരിറ്റി ഈസ് ആഡഡ് ടു പ്യുവർ സെമി കണ്ടക്ടർ ടു ഫോം N ടൈപ്പ് മെറ്റീരിയൽ. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യമാണിത്. N ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് പെന്റാവാലന്റ് ഇംപ്യൂരിറ്റി ആയിരിക്കും ആഡ് ചെയ്യുന്നത്. പെന്റാവാലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ, ദെൻ 15th ഗ്രൂപ്പ് എലമെന്റ്സ് ആയിട്ടുള്ള ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത്, ഇത്രയായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നോക്കുമ്പോൾ P ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ട്രൈവാലന്റ് ഇംപ്യൂരിറ്റി ആണ്. ട്രൈവാലന്റ് ഇംപ്യൂരിറ്റീസ് എന്ന് പറയുന്നത്
3 ഇലക്ട്രോൺസ് ആയിരിക്കും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ. ദെൻ 13th ഗ്രൂപ്പ് എലമെന്റ്സ് ആയിരിക്കും. ആ എലമെന്റ്സ് ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, ദെൻ ടാലിയം. ഇത്രയായിരിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഇമ്പ്യൂരിറ്റീസ് ആഡഡ് ടു ദ പ്യുവർ സെമി കണ്ടക്ടർ എൻ ടൈപ്പ് മെറ്റീരിയൽ. പ്യുവർ സെമി കണ്ടക്ടറിനെ എൻ ടൈപ്പ് മെറ്റീരിയൽ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഏത് ഇമ്പ്യൂരിറ്റിയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം എൻ ടൈപ്പിൽ വരുമ്പോൾ ഏതാണ്? ആഴ്സനിക് ആണ് ഇവിടെ ആൻസർ വരിക. ഓപ്ഷൻ സി ആഴ്സനിക് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ സെർവ് ആസ് എ ഡോണർ ഇംപ്യൂരിറ്റി ഇൻ സിലിക്കൺ? നമ്മൾ തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്ന അതേ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഡോണർ ഇംപ്യൂരിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡോണർ ഇംപ്യൂരിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുതലായിരിക്കും. ഇലക്ട്രോൺസിനെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിലേക്ക് ഡൊണേറ്റ് ചെയ്യുക. അങ്ങനെ വരണമെങ്കിൽ വാലൻസ് ഇലക്ട്രോൺസ് 4 ഇലക്ട്രോൺസിനേക്കാൾ കൂടുതൽ ഉണ്ടാവണം. അപ്പോൾ വാലൻസി 5 ആയിട്ടുള്ള പെന്റാ വാലന്റ് ആയിട്ടുള്ള 15th ഗ്രൂപ്പ് എലമെന്റ്സ് ആയിട്ടുള്ള ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്ത്. ഈ എലമെന്റ്സിൽ ഒന്നായിരിക്കും വരിക. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ഡി ആന്റിമണിയാണ് ആൻസർ വരിക. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഈസ് നെഗറ്റീവ് ആണ്. ഓപ്ഷൻ എ നെഗറ്റീവ് ആണ് ആൻസർ. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ടെമ്പറേച്ചർ കൂടുമ്പോൾ നമുക്കറിയാം ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ കാരിയർ കോൺസെൻട്രേഷൻ കൂടും. അതായത് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺ ആൻഡ് ഹോൾ കൂടും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കണ്ടക്ടിവിറ്റി കൂടും. കണ്ടക്ടിവിറ്റി കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ്? റെസിസ്റ്റിവിറ്റി കുറയും. റെസിസ്റ്റിവിറ്റി കുറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് നെഗറ്റീവ് ആണെന്ന് പറയും. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്നതിനെയാണ് നെഗറ്റീവ് എന്ന് പറയുന്നത്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് മെറ്റൽസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് അവിടെ പോസിറ്റീവ് ആണ് വരിക. അതായത് അവിടെ റെസിസ്റ്റിവിറ്റി കൂടും ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട്. ഇവിടെ പക്ഷേ ആൻസർ ദ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഈസ് നെഗറ്റീവ് എന്നുള്ളതാണ്. Moving on to the next question. Current flow in a semiconductor depends upon the phenomenon drift, diffusion and recombination. നമുക്കറിയാം കറണ്ട് ഫ്ലോ സെമി കണ്ടക്ടേഴ്സിൽ 3 ടൈപ്പ് ഉണ്ട്: ഡ്രിഫ്റ്റ്, ഡിഫ്യൂഷൻ, റീകോമ്പിനേഷൻ. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ. എന്തൊക്കെയാണ് വരുന്നത്? കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് 3 ടൈപ്പിൽ ഉണ്ടാവാം. ഡ്രിഫ്റ്റ് കാരണം ഉണ്ടാവാം, ഡിഫ്യൂഷൻ കാരണം ഉണ്ടാവാം, അതേപോലെ തന്നെ റീകോമ്പിനേഷൻ കാരണവും ഉണ്ടാവാം. നമ്മുടെ ഡ്രിഫ്റ്റ് കാരണം എങ്ങനെയാ ഉണ്ടാവുന്നത്? നമ്മുടെ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് കറണ്ട് ഡ്യൂ ടു അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ ഓഫ് ഇൻഫ്ലുവൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസ് കാരണം നമ്മുടെ ചാർജ് കാരിയേഴ്സിന്റെ അട്രാക്ഷനും റിപ്പൽഷനും കൊണ്ടുണ്ടാവുന്ന കറണ്ടാണ് ഡ്രിഫ്റ്റ്. അതേപോലെ തന്നെ ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ബേസിലാണ് ഉണ്ടാവുന്നത്. കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന്റെ വ്യത്യാസം അനുസരിച്ചിട്ടാണ് നമ്മുടെ ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടാവുന്നത്. റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? കണ്ടക്ഷൻ ബാൻഡ് ഫിൽസ് എ ഹോൾ ഇൻ വാലൻസ് ബാൻഡ് എന്നുള്ളതാണ്. വാലൻസ് ബാൻഡ്, താഴെ വരുന്ന വാലൻസ് ബാൻഡ്, അതുപോലെ തന്നെ നമുക്കറിയാം മുകളിൽ കണ്ടക്ഷൻ ബാൻഡ്. ഈ ഹോൾ എന്ന് പറയുന്നത് ആദ്യം എക്സൈറ്റേഷൻ നടന്ന് വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് ഇവിടെ എത്തുന്നു, കണ്ടക്ഷൻ ബാൻഡിൽ എത്തുന്നു. എന്നിട്ട് അതിനുശേഷം അത് കണ്ടക്ഷൻ ബാൻഡിലുള്ള ഒരു ഇലക്ട്രോൺ വന്ന് വാലൻസ് ബാൻഡിലെ ഹോളിനെ റീകമ്പൈൻ ചെയ്യുന്ന പ്രോസസ്സാണ് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇത് ഫലമായിട്ട് ഉണ്ടാവുന്ന കറണ്ടാണ് റീകോമ്പിനേഷൻ കറണ്ട് എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ 3 കറണ്ട് ഫ്ലോ ഇൻ എ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഇതിൽ 3 ടൈപ്പിലും ഏതെങ്കിലും ഒന്നാവാം. എടുത്ത് തന്നെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസോടുകൂടി വരുന്ന കറണ്ട് ഫ്ലോ ഏതാണെന്ന് ചോദിച്ചാൽ ഡ്രിഫ്റ്റ് എന്ന് പറയാം. അതേപോലെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് കാരണം ഉണ്ടാവുന്ന കറണ്ട് ഫ്ലോ ഏതെന്ന് ചോദിച്ചാൽ ഡിഫ്യൂഷൻ ആൻസർ വരും. അതേപോലെ തന്നെ നമ്മുടെ കണ്ടക്ഷൻ ബാൻഡിൽ നിന്നുള്ള ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിലെ ഹോൾസ് ഫില്ല് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് വരുന്ന കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ റീകോമ്പിനേഷൻ എഴുതാം. ഇവിടെ ഓപ്ഷൻ ഡി ഓൾ ദ എബോവ് ആണ് ആൻസർ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When a reverse bias is applied to PN junction, the width of the depletion region. നമുക്കറിയാം PN ജംഗ്ഷൻ എന്ന് പറയുന്നതിൽ വിഡ്ത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ PN ജംഗ്ഷൻ. PN-നകത്ത് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫോർവേഡ് ബയാസ് ആണോ റിവേഴ്സ് ബയാസ് ആണോ? റിവേഴ്സ് ബയാസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ P സൈഡ് കണക്റ്റഡ് ടു നെഗറ്റീവ്,
ആൻഡ് എൻ സൈഡ് കണക്റ്റഡ് ടു പോസിറ്റീവ്. അപ്പോഴാണ് റിവേഴ്സ് ബയാസ് ആവുക. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എക്സ്റ്റേണൽ വോൾട്ടേജ് എന്ന് പറയുന്ന ഈ വോൾട്ടേജ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സിനെ പുൾസ് അവേ ഫ്രം ദ ജംഗ്ഷൻ. ഇവിടെ ജംഗ്ഷൻ ഏതാണ്? ഇതാണ് ജംഗ്ഷൻ. ഈ ജംഗ്ഷനിൽ നിന്നും ഈ മെജോറിറ്റി കാരിയേഴ്സ്, പി സൈഡിലെ മെജോറിറ്റി കാരിയേഴ്സ് നമുക്കറിയാം ഹോൾസ് ആണ്, എൻ സൈഡിലത് ഇലക്ട്രോൺസ് ആണ്. അപ്പൊ പി സൈഡിലെ ഹോൾസിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്, ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അപ്പൊ ഈ പോസിറ്റീവ് ചാർജ് കാരിയേഴ്സ് ആയിട്ടുള്ള പി സൈഡിലെ മെജോറിറ്റി കാരിയേഴ്സിനെ ഇലക്ട്രിക് ഫീൽഡിന്റെ നെഗറ്റീവ് സൈഡ് ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും. അതേപോലെ ഇലക്ട്രോൺസ്, നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസ് പി സൈഡിൽ നിന്ന് ഈ ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. അങ്ങനെ വരുമ്പോൾ അട്രാക്ഷൻ അങ്ങോട്ട് തന്നെ ആവുമ്പോൾ ഈ ജംഗ്ഷനിൽ നിന്നും അത് റിപ്പൽ ചെയ്ത് പോവുകയാണ്. അങ്ങനെ ജംഗ്ഷന്റെ വിഡ്ത്ത്, ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പറയാം ഓപ്ഷൻ ബി ഈസ് ഇൻക്രീസ്ഡ് എന്നുള്ളതാണ് ആൻസർ. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഫോർവേഡ് ബയാസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പി എൻ, ഫോർവേഡ് ബയാസ് കൊടുക്കുമ്പോൾ പി സൈഡിൽ എന്താ കൊടുക്കുക? പോസിറ്റീവ് ആയിരിക്കും, എൻ സൈഡിൽ നെഗറ്റീവ് ആയിരിക്കും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ മാത്രമേ കറണ്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ. ഇവിടെ ഈ പി സൈഡിലെ പോസിറ്റീവ് സൈഡിലെ ഹോൾസ് എന്ന് പറയുന്നത് അട്രാക്ട് ചെയ്യുന്നത് എവിടോട്ടായിരിക്കും? നെഗറ്റീവ് സൈഡിലോട്ടായിരിക്കും. അതേപോലെ എന്നിലെ ഇലക്ട്രോൺസ് അട്രാക്ട് ചെയ്യുന്നത് പോസിറ്റീവ് സൈഡിലേക്കായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ജംഗ്ഷനിലേക്കാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ സംഭവിച്ച് ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തുമ്പോൾ ഈ ജംഗ്ഷൻ തന്നെ ബ്രേക്ക് ആവും, എന്നിട്ട് കണ്ടക്ഷൻ അവിടെ പോസിബിൾ ആവും. അങ്ങനെ പർട്ടിക്കുലർ ടെമ്പറേച്ചർ എന്ന് പറയുന്നതിനെയാണ് കട്ട് ഇൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. നമുക്കറിയാം സിലിക്കണിന്റെ കട്ട് ഇൻ വോൾട്ടേജ് എന്ന് പറയുന്നത് 0.7ഉം ജർമേനിയത്തിൻ്റെത് 0.3ഉം ആണ്. കാരണം ഇവിടെ ജംഗ്ഷൻ ബ്രേക്ക് ചെയ്ത് കണ്ടക്ഷൻ പോസിബിൾ ആവുന്ന പർട്ടിക്കുലർ വോൾട്ടേജിനെ പറയുന്ന പേരാണ് കട്ട് ഇൻ വോൾട്ടേജ്. അപ്പോ ഫോർവേഡ് ബയാസിലാണെന്നുണ്ടെങ്കിൽ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് ഡിക്രീസ് ചെയ്യും, റിവേഴ്സ് ബയാസിലാണെങ്കിൽ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിലെ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. Focus on what really matters.